അപ്പോൾ തിങ് ഈസ് അവൻ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഗണ്ണിലുണ്ടായിട്ടുണ്ടാവും, അവനിക്ക് പൈസ കിട്ടാതെ കൊണ്ടായിരിക്കാം. ഐ ഗൈസ്, ഇന്നലെ അനാൻസയെക്കുറിച്ച് ഒരു വീഡിയോ കാണാനിടയായി. ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് 2 വർഷമായി. അതൊക്കെ നിർത്തിയ ഒരു കാര്യമാണ്. എനിക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അത് മോശമാണ്. എനിക്കറിയത്തില്ല. അപ്പോൾ ഈ അക്യൂസറും അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫ്രണ്ട്സായിരുന്നു മുമ്പ്. ഭയങ്കര തിക്ക് ഫ്രണ്ട്സായിരുന്നു. അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. സഡൻലി ദേ ആർ ബിക്കം എനിമീസ്. കാര്യം മണി മാറ്റേഴ്സ്. എപ്പോഴും പറയുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇൻഫ്ലുവൻസൊക്കെ മെയിനായിട്ട് മണി ആഗ്രഹിച്ചു തന്നെയായിരിക്കും ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ന്യൂസ് ചാനലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ന്യൂസ് കൊടുത്തിട്ട് അത് പിൻവലിക്കുകയാണെങ്കിൽ അവർക്ക് പൈസ കിട്ടും. അവർക്ക് അതിനുള്ള എമൗണ്ട് കിട്ടിയതിന് ശേഷമായിരിക്കും അവർ പിൻവലിക്കുക, അങ്ങനെയുള്ള ന്യൂസ് ഇടാതിരിക്കുക. കാരണം അവർ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. അതേപോലെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരൊക്കെ ഈ ഒരു രീതിയിൽ കണ്ടുകൊണ്ട് സെറ്റിൽമെൻറ്റൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന പൈസ നമ്മൾക്ക് വാങ്ങിയടിക്കാം. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ബ്ലാക്ക് മെയിലിംഗ് ആണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആദ്യം ഭയങ്കര നന്മയോടെ ചമയും. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് അവർ നന്മയാണ്, അവനെ ഫോളോ ചെയ്യാം, അവനിത് കാര്യം പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള നന്മകളൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ പെട്ടെന്ന് ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ഒരു എക്സ്പോസ്ഡ് ആയിട്ട് പറയുന്ന ആൾക്കാർ, ഓ അവനാണ് വലിയതെന്നൊക്കെ ചിന്തിക്കും. അവനിക്ക് എങ്ങനെ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി? റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. നമ്മൾക്ക് ന്യൂസൊക്കെ എങ്ങനെ കിട്ടി? കാരണം ആരും അങ്ങനെ തേടിപ്പിടിച്ച് അത്രയും ഗുണ്ടാ സംഘങ്ങൾ, അത്രയും ക്രിമിനൽ ആളുകൾക്കായിട്ട് ഇടപെടില്ല ആരും. ഇത്രയും യൂസ് ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെ ഇടപെടുള്ളൂ. അവരെ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എന്ന് അറിയണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ യൂസ് ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ അറിയില്ല. അപ്പോൾ തിങ് ഈസ് അവൻ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഗണ്ണിലുണ്ടായിട്ടുണ്ടാവും, അവനിക്ക് പൈസ കിട്ടാതെ കൊണ്ടായിരിക്കാം അവർ എക്സ്പോസ് ചെയ്ത്. പിന്നെ സെറ്റിൽമെൻ്റ് ആയിട്ടുണ്ടാവും, പിന്നെ പെട്ടെന്ന് എല്ലാം നിർത്തി. അങ്ങനെ അവൻ്റെ റീച്ചിലേക്ക് എത്തിയപ്പോൾ തന്നെ ഈ വീഡിയോസൊക്കെ നിർത്തി. ഹവാല ഇടപാട് കുറേ ആൾക്കാരുണ്ടാവും. ഐ ഡോണ്ട് നോ. ഇപ്പോൾ അനാൻസ ഉണ്ടോ എന്ന് നമ്മൾക്കറിയത്തില്ല. പിന്നെ പെപ്പയുടെ കേസ് നമ്മൾക്കറിയത്തില്ല. ഇതൊക്കെ അറിയാത്ത ഒരു കേസിനെ കുറിച്ച് നമ്മൾക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. ഇപ്പോൾ സത്യം നമ്മൾ വിശ്വസിക്കാനും പറ്റത്തില്ല, നമ്മൾക്ക് അറിയത്തില്ല. പിന്നെ അവിശ്വസിക്കാനും പറ്റത്തില്ല. ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിലാണ് കാണുന്നത്, അവരെല്ലാവരും നല്ലവരാണെന്ന് നമ്മൾക്ക് പറയാനും പറ്റത്തില്ല. അങ്ങനെയുള്ള കേസാണ് മൊത്തത്തിൽ പറഞ്ഞാൽ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇങ്ങനെയുള്ള ന്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവരൊക്കെ ഫ്രണ്ട്സായിട്ട് തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും. ദേ വിൽ ബിക്കം ദ ഫ്രണ്ട്സ്. നമ്മളെ ഈ തല്ലാക്കി അവനെ കുറ്റപ്പെടുത്തി ഇവനെ കുറ്റപ്പെടുത്തി അവസാനം നമ്മൾ ആരായി സസ്യാവും. ആരെ വിശ്വസിക്കണോ ആരെ വിശ്വസിക്കാതിരിക്കണോ എന്നുള്ളത് നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കുക. ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ ചീത്തയായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരൊന്നിലും ഇൻവോൾവ്ഡ് ആയിരിക്കില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ അവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കാം. നമ്മൾ സോഷ്യൽ മീഡിയയെ പൂർണ്ണമായും വിശ്വസിക്കരുത്, ആരെയും പൂർണ്ണമായും വിശ്വസിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യം നമ്മൾക്ക് അവനായിരിക്കും നല്ലത്, ഇവനായിരിക്കും നല്ലത്, നമ്മൾ 2 പേരും ഇഷ്ടപ്പെടുന്നുണ്ട്, ആരെ കൂടെ നിൽക്കണമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് പോയിന്റ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരൊക്കെ റിയൽ അല്ല, റീലാണ്.